നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തുപുഴ വനം മ്യൂസിയത്തിലെ വനം സംരക്ഷണ സമിതി പിരിച്ചുവിടുക, വനമേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് കൂടി അംഗത്വം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനൊരുങ്ങി സംയുക്ത ജനകീയ സമരസമിതി. സംരക്ഷണ സമിതി രക്ഷാധികാരി റോയുമൻ, ചെയർമാൻ സാബു അബ്രഹാം, വൈസ് ചെയർമാൻ അരുൺ ജി, ജനറൽ കൺവീനർ ഹാഷിം പ്ലാവിള, കൺവീനർമാരായ സൈനബ ബിവി, കെ കുര്യൻ, എം നാസർ, വി രാജൻ, ജോർജ് കുട്ടി മാക്കുളം, സാബു, ട്രഷറർ ബി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ബന്ധപ്പെടുത്തിയാണ് VSS രൂപീകരിക്കുന്നത്. എന്നാൽ ഈ കുളത്തൂപ്പുഴ മ്യൂസിയവുമായി ബന്ധപ്പെട്ട VSSന് വനാശ്രിതരായി ഒരാൾ പോലും അതിലില്ല. നിയമപരമായി അത് രൂപീകരിക്കുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ നിയമാവലി എടുത്ത് പരിശോധിച്ചാൽ വനവുമായി ബന്ധപ്പെട്ട മേഖല ഇതിലുണ്ടാവണം. ഈ VSSൽ 1 സെൻറ്റ് ഭൂമി പോലും വനവുമായി ബന്ധപ്പെട്ട മേഖലയില്ല. അപ്പോൾ ഇത് താൽക്കാലികമായി ചിലർക്ക് ഇതിൻ്റെ അധികാരം കൈയാളുന്നതിന് വേണ്ടി ഈ മ്യൂസിയം കേരള ഗവൺമെൻറ് നിയമസഭയിൽ കുളത്തൂപ്പുഴയിൽ നിന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം രൂപീകരിച്ച ഒരു VSS ആണ്. 30/10/2019 ഇവിടെ വന മ്യൂസിയം വരുന്നതിനോടൊപ്പം ഈ VSS രൂപീകരിക്കുന്നത്. ഇവിടെ ന്യൂ ഇയറിനുണ്ടായ ഒരു നിയമവിരുദ്ധമായ നടപടിക്ക് എതിരെ ജനകീയമായ പ്രക്ഷോഭണം ഉണ്ടായപ്പോഴാണ് VSSനെ കുറിച്ചുമൊക്കെ അന്വേഷണത്തിന് പോയത്. ആ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ചിലരുടെ നിർദ്ദേശപ്രകാരം, ചിലരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അറിവുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രാജിവെച്ചവരും ഉന്നതരായിട്ടുള്ള ചിലരുമായി ബന്ധപ്പെട്ടതിനായിട്ട് 16 ക്വസ്റ്റ്യനുകളായി ഒരു വിവരാവകാശം ഞാൻ അവർക്ക് കൊടുത്തു. ആ വിവരാവകാശത്തിൽ അവർ തന്ന, അതും മെയ് മാസം 16-ാം തീയതിയാണ് ഞാൻ വിവരാവകാശം കൊടുത്തത്. 1 മാസം കഴിഞ്ഞ് അവർ എനിക്ക് വിവരാവകാശത്തിന് മറുപടി തന്നു. എന്ന് പറഞ്ഞാൽ ജൂൺ മാസം 18-ാം തീയതി വിവരാവകാശ നിയമം അനുസരിച്ച് തന്നു കഴിഞ്ഞപ്പോൾ നിയമലംഘനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് എനിക്കും അവർക്കും ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് കോടതിയെ സമീപിക്കുമെന്നും മന്ത്രിതലത്തിൽ പോയി ഇതിന് പരാതി നൽകുമെന്നും അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അടിയന്തരമായി അവരൊരു പൊതുയോഗം വിളിച്ചു കൂട്ടി തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. 8-ാം തീയതി, കഴിഞ്ഞ മാസം ഈ മാസം 8-ാം തീയതി ഒരു പൊതുയോഗം നടത്താൻ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് അതിനു മുൻപേ കോടതിയുടെ പരിഗണനയിലായിരുന്നു ഈ കേസ്. അതിൻ്റെ നോട്ടീസും റേഞ്ച് ഓഫീസിൽ കൊടുത്തു. അവരുടെ റെസിപ്റ്റ് ഞാൻ പിടിച്ചു. എന്നിരുന്നാൽ തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഏകമായി ഒറ്റക്കെട്ടായി ചെന്ന് ആ മീറ്റിംഗ് അവിടെ തടയപ്പെടുകയും ഇലക്ഷൻ മാറ്റിവെക്കാനുള്ള ഉത്തരവുണ്ടാവുകയും ചെയ്തു. ഇപ്പോഴവർ ചെയ്യുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ച എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ കുളത്തൂപ്പുഴ വനസംരക്ഷണ സമിതി നിലവിൽ വന്നതെന്നാണ്. അതിനവർ തന്നിരിക്കുന്നത് 30/10/2019 ഒരു VSSൻ്റെ ഭരണ സമിതിയുടെ കാലാവധി എത്ര വർഷമാണ്? അത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 2 വർഷമാണ്. ഈ സമിതി ഇപ്പോൾ രൂപീകൃതമായിട്ട് 4.5 വർഷം അല്ല 5 വർഷമാകാൻ പോകുന്നു. അടുത്ത നമ്മൾ അവരോട് ചോദ്യം, കെയർ ടേക്കറായി സമിതി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കെയർ ടേക്കറായി ഒരു സമിതി അവിടെ ഭരിക്കണമെങ്കിൽ അതിൻ്റെ നിയമവശം എന്താണ്? ആയതിന് പരമാവധി കാലാവധിയുണ്ടോ? അതിനവർ തന്നത് നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി തീരുന്ന മുറയ്ക്ക് 2 വർഷം. പുതിയ ഭരണസമിതി വരുന്നതിന് ഈ സമിതിയുടെ കെയർ ടേക്കർ സമിതിയായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിനും കാലാവധിയുണ്ട് 6 മാസത്തേക്ക്. അപ്പോൾ ഇതിപ്പോൾ 5 വർഷം കൊണ്ട് വരുമ്പോൾ അത് നിയമവിരുദ്ധമായിട്ടാണ്. ഇത് വനവൽക്കരണം, വനാനുസൃതമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചിരിക്കുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ. ഇതിലെല്ലാം പ്രധാനം എനിക്ക് മിനിറ്റ്സ് പരിശോധിക്കാനുള്ള അനുവാദം സർക്കാരിൽ നിന്ന് തന്നു. ഞാൻ ചോദിച്ചിരുന്നു, എനിക്ക് മിനിറ്റ്സ് പരിശോധിക്കണമെന്നും പറഞ്ഞ് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16-ാമത്തെ ചോദ്യം അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഫോറസ്റ്റ് മ്യൂസിയത്തിൻ്റെ നടത്തിപ്പിൽ കുളത്തൂപ്പുഴ വനസംരക്ഷണ സമിതിക്കോ സമിതിയുടെ പ്രസിഡന്റിനോ പ്രത്യേക അധികാരവും ചുമതലയോ നൽകിയിട്ടുണ്ട്? ഉണ്ടെങ്കിൽ ആ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ആ ചോദ്യത്തിന് അവർ തന്നിരിക്കുന്ന ആൻസർ
വനം വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ FDA നിയമാവലി പ്രകാരമാണ് നിലവിൽ മ്യൂസിയം പ്രവർത്തിച്ചു വരുന്നത്. മറ്റാർക്കും പ്രത്യേകമായി ഒരധികാരവും നൽകിയിട്ടില്ല. ഇന്ന് അവിടെ തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുന്നതിന് ബില്ല് പോലും ഒപ്പിടുന്ന ഇപ്പോഴത്തെ നിലവിലെ പ്രസിഡന്റാണ്, കെയർ ടേക്കറായിരിക്കുന്നത്. അത് തന്നെ നിയമവിരുദ്ധമാണ്. ഈ ജനകീയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ജനകീയ സമരസമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ചില സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ഇവിടെ നടന്നിട്ടുള്ള ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചുകൊണ്ട് മന്ത്രിതലത്തിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സംയുക്ത സമരസമിതിയുടെ പേരിൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ആ വിവിധ പാർട്ടിയുടെ ചുമതലക്കാരെ കണ്ടാൽ തന്നെ അറിയാം എത്രയും ഗൗരവകരമായിട്ടുള്ളൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നതെന്നുള്ളത്. നീതിക്ക് നിരക്കാത്ത രീതിയിലുള്ള ഒരു ഭരണസമിതിയും വളരെ അഴിമതി നിറഞ്ഞ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ കുളത്തൂപ്പുഴയിൽ അനുവദിച്ച് കിട്ടിയ ഏതാണ്ട് അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു വനം മ്യൂസിയം ഇന്ന് അത് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ന്യായമായ ഒരു ആവശ്യം ഈ സമരസമിതിയിൽപ്പെടുന്ന പല പാർട്ടിയുടെയും മുതിർന്ന ആളുകൾ അതിൻ്റെ ചുമതലക്കാരുമായിട്ട് ഈ നടത്തിപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചെങ്കിലും അതിനൊന്നും വഴങ്ങാതെ വളരെ തിടുക്കത്തിൽ അവരൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 72 പേര് ഉണ്ടായിരുന്നതിൽ അവരുടെ ആശയവുമായിട്ട് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു അഴിമതിയുമായിട്ട് പക്ഷപാതവുമായിട്ട് യോജിക്കത്തില്ലെന്ന് കണ്ടവരെ അവർ വളരെ കൗശല ബുദ്ധിയോടുകൂടി ഒഴിവാക്കുകയും അവർക്ക് താല്പര്യമുള്ളവരെ അതിൽ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഈ 8-ാം തീയതി ഒരു പൊതുയോഗം നടത്തി. കുളത്തൂപ്പുഴ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിവിധ നേതാക്കൾ അത് ഒരുമിച്ചെത്തുകയും തടയുകയും ഇതുവരെ ഒരു വളരെ നല്ല രീതിയിലാണ് ഈ സമരസമിതി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഒരു അന്തിമ ലക്ഷ്യം, അതായത് ഇത് നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അന്തിമ ലക്ഷ്യം കാണുന്നവരെയും യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും ഇല്ലാതെ ലക്ഷ്യം കാണുന്നവരെ ഈ സമരസമിതി ഒന്നിച്ച് നിൽക്കും. അതിൽ BJPയുടെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അനുകൂല നിലപാടും ഉണ്ടാകുമെന്ന് ഞാൻ ബോധിപ്പിച്ചുകൊള്ളു. വളരെയേറെ അവർ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് അവർക്ക് ഓശാന പാടുന്ന ആളുകളെ മാത്രം തിരികെ കയറ്റിക്കൊണ്ട് ആണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുന്നത്. കാരണം 4-5 വർഷക്കാലമായ VSS പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം 2 വർഷം കാലാവധിയുള്ള ഒരു VSS അത് 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നു. പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് റോയ് വുമൻ ഇതിൻ്റെ കാര്യങ്ങൾ വിവരാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അതിനുശേഷം ആ വിവരം എല്ലാം ശേഖരിച്ചതിന് ശേഷം അത് അവർ തന്ന മറുപടി എല്ലാം വെച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന രീതിയിൽ അവരുദ്ദേശിക്കുന്ന ആളുകൾ മാത്രം ഇരുന്നാൽ മതി എന്നുള്ള ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് ഇന്നും അവിടെ പ്രവർത്തിക്കുന്നത്. വനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർഡുകളെയും പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഈ വനസംരക്ഷണ സമിതി വിപുലീകരിക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടുത്തെ നിയമനങ്ങളെ സംബന്ധിച്ചുമൊക്കെ യാതൊരു നോട്ടിഫിക്കേഷനും നടത്താതെ വ്യാപകമായ കോഴകളും അഴിമതിയും വാങ്ങിക്കൊണ്ട് ഇവിടെ നിയമനങ്ങൾ നടക്കുന്നു. ഇവിടെ ക്യാൻറ്റീനിലെ പ്രവർത്തനങ്ങളിൽ അഴിമതികൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, അതായത് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും VSSന്റെ പ്രസിഡന്റും ചേർന്ന
ഒരു ഉപജാപക സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ അടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞ 1ാം ഘട്ട സമരം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുകയും ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി രഹസ്യമായി കൂടാനിരുന്ന പൊതുയോഗം നിർത്തലാക്കേണ്ട ഒരു സാഹചര്യം സംജാതമായ കാര്യവും നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പറയുന്നത് വനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർഡുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വനസംരക്ഷണ സമിതി വിപുലീകരിച്ച് സുതാര്യമായ രീതിയിൽ കുളത്തൂപ്പുഴയുടെ തിലകച്ചാർത്തായ ഈ മ്യൂസിയം നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി മിനിസ്റ്റർ നേരിട്ട് പോയി കണ്ടു, ഈ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. അദ്ദേഹം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് 2 ആഴ്ച ഇതിൻ്റെ ഒരു നടപടിക്രമം ഉണ്ടാവുമല്ലോ, 2 ആഴ്ചയ്ക്കകം തീരുമാനം ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.